സോ ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ലൈഫിൽ വളരും തോറും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലം തൊട്ട് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷൻ വരെ നിങ്ങളൊന്ന് പിറകോട്ട് ചിന്തിച്ചാൽ ഒരുപാട് തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഇതുവരെ വന്നതിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല എക്സ്പീരിയൻസുകളും അതുപോലെ മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകളും കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മളെന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസിനെ പറ്റിയാണ്. നിങ്ങളെല്ലാവരും തന്നെ ട്രോമ എന്ന് കേട്ടിട്ടുണ്ടാവും. അവൻ ട്രോമറ്റൈസ്ഡ് ആയി, അല്ലെങ്കിൽ അവന് ട്രോമയിലേക്ക് പോയി, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ഈ നെഗറ്റീവ് എക്സ്പീരിയൻസിൻ്റെ കാഠിന്യമനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ അതൊരു ട്രോമയായിട്ടുണ്ടാവുന്നത്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളിൽ ഉണ്ടാക്കുന്നത് പിന്നെ ഒരിക്കലും നമുക്കത് ചെയ്യാൻ തോന്നുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ നമ്മൾ ചെയ്യില്ല. അത് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ ട്രോമറ്റൈസ്ഡ് ആവുന്നത്. ഭാവിയിൽ എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വീണ്ടും വരുമ്പോൾ നമ്മൾ ശരിക്കും പേടിക്കും. നമുക്ക് എന്തെന്നില്ലാത്തൊരു ഭയമായിരിക്കും. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അത് നമ്മൾ അനുഭവിക്കുന്നത് പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിലായിരിക്കും. അതായത് അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പേടിക്കും. ഒരു പക്ഷേ ആ ഒരു പേടി മുന്നോട്ടുള്ള നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കും. നമുക്ക് മുന്നോട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയെ അത് ബാധിക്കും. നമുക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമുക്ക് ട്രോമ തരുന്ന ആ ഒരു സിറ്റുവേഷൻ അത് എന്ത് വേണമെങ്കിലും ആകാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ആളുകൾക്ക് മറ്റൊരാളോട് സംസാരിക്കാൻ പേടിയായിരിക്കും. ഇതിൻ്റെ ഒരു കാരണം നമ്മളെപ്പോഴും അന്വേഷിച്ച് ചെല്ലുമ്പോൾ പാസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിലായിരിക്കും അത് ചെന്ന് എത്തുന്നത്. അതായത് അയാൾ എപ്പോഴെങ്കിലും പാസ്റ്റിൽ ഒരാളോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ആളിൽ നിന്നും നെഗറ്റീവായ രീതിയിൽ എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ അത് അയാളുടെ മനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കുന്നു. അയാൾ ഒരുപക്ഷെ മാന്യമായ രീതിയിലായിരിക്കും സംസാരിച്ചത്, പക്ഷേ അയാൾക്ക് കിട്ടിയ മറുപടി മോശമായ രീതിയിലായിരിക്കും. ഇത് പിന്നെ അയാളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് കിടക്കും. പിന്നെ ഉണ്ടാകാൻ പോകുന്നത്, ഒരാളോടും ചിലപ്പോൾ അയാൾക്ക് സംസാരിക്കാൻ തോന്നത്തില്ല. അതുമല്ലെങ്കിൽ അയാൾക്ക് സംസാരിക്കാൻ മടിയായിരിക്കും. കാരണം നേരത്തെ ഉണ്ടായ പോലെ എന്തെങ്കിലും ഒരു ദുരനുഭവമായിരിക്കും ഒരാളോട് മിണ്ടാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നതെന്നുള്ളൊരു പേടി. അതുകൊണ്ടാണ് അയാൾ മറ്റൊരാളോട് സംസാരിക്കാൻ എന്തെങ്കിലും പറയാനുമൊക്കെ മടിക്കുന്നത്. നമ്മൾ ഈ ഇൻട്രോവേർട്ട് എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ, അഥവാ അധികം ആരോടും അങ്ങനെ സംസാരിക്കാത്ത ആൾക്കാർ, സത്യത്തിൽ അവരിൽ ഭൂരിഭാഗം പേരും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളവരായിരിക്കും. അതാണ് പിന്നീട് അവരോട് ഒരു സൊസൈറ്റിയിൽ നിന്ന്, മറ്റൊരാളിൽ നിന്ന് അകന്നു നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഈ പാസ്റ്റിലെ നെഗറ്റീവ് എക്സ്പീരിയൻസിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലം തൊട്ടാണ്. കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോഴൊക്കെ വീട്ടുകാർ പറയും, അല്ലെ ടീച്ചേഴ്സ് പറയും, നിനക്കെന്താ ഇത്രയും മാർക്ക് കുറഞ്ഞു പോയെ, അപ്പുറത്തെ വീട്ടിലെ ആ കൊച്ചിന് എത്രയും മാർക്കുണ്ടല്ലോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് ഫുൾ മാർക്കുണ്ട്, നിനക്ക് മാത്രമുണ്ട് ഇത്രയും കുറഞ്ഞു പോയത്. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കലി അബ്നോർമാലിറ്റീസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന പിള്ളേർ ഈ അബ്നോർമാലിറ്റീസിൻ്റെ പേരിൽ നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ബുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്നുള്ള ഫിസിക്കലി മെൻ്റലി ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പാസ്സാവുമ്പോൾ, അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം നിങ്ങളെ സ്നേഹിക്കുകയും, മറിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ തെറ്റുകൾ പോലും ഉണ്ടാകുമ്പോൾ നിങ്ങളെ ക്രൂശിക്കുന്നു, കളിയാക്കുന്നു, നിങ്ങളോട് ദേഷ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് നിങ്ങളുടെ മനസ്സിൽ ഒരു ട്രോമയായിട്ട് കിടക്കും. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതിന് വരുന്ന റെസ്പോൺസ്, അത് വിലയിരുത്തിയിട്ടാണ് അത് ബ്രെയിൻ റീഡ് ചെയ്തിട്ട് ഇത് പോസിറ്റീവ് ആക്കണോ നെഗറ്റീവ് ആക്കണോ, അതുമല്ലെങ്കിൽ അതൊരു ട്രോമയാക്കി മാറ്റണോ എന്നൊക്കെ ബ്രെയിൻ തീരുമാനിക്കുന്നു. ഇത്രയും പറഞ്ഞതിൽ നിന്നും നെഗറ്റീവ് എക്സ്പീരിയൻസിനെ പറ്റിയും ട്രോമയെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി എങ്ങനെ നമുക്ക് ഈ നെഗറ്റീവ് എക്സ്പീരിയൻസുകളെയും ട്രോമയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാം? ആദ്യം തന്നെ നിങ്ങൾ റിയലൈസ് ചെയ്യുക. അതായത് എനിക്ക് എപ്പോൾ തൊട്ടാണ് ഈ പ്രശ്നം തുടങ്ങിയത്, ഏത് സമയം തൊട്ടാണ്, പാസ്റ്റിൽ എപ്പോൾ തൊട്ടാണ് എന്നെ ഈ പ്രശ്നം ബാധിച്ചത്, ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ്, എന്ത് ചെയ്തപ്പോഴാണ്, അതിന് കിട്ടിയ റെസ്പോൺസിൽ നിന്നുമാണ് എനിക്കിതുണ്ടായത്. അപ്പോൾ എവിടം തൊട്ടാണ്, ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്നുള്ളത് നിങ്ങൾ ആദ്യം റിയലൈസ് ചെയ്യുക. ഏത് സമയത്ത് എന്ത് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ്, ട്രോമയാണ് എന്നെ പിന്നീട് ബാധിച്ചത് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് റിയലൈസ് ചെയ്യുക. രണ്ടാമത് റിലീസിങ്. അതായത് ആ സമയത്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ ട്രോമ ഉണ്ടായ സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്കന്ന് ഒന്നും പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല.
ഒന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുട്ടിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അന്ന് പ്രതികരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം. അപ്പോൾ ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ കിടന്ന് ഇപ്പോഴും നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അത് മനസ്സിൽ കിടന്നാൽ നിങ്ങളെ വീണ്ടും വീണ്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങളത് പൂർണ്ണമായിട്ടും പുറത്തു കളയുക. എങ്ങനെയെന്ന് ചോദിച്ചാൽ, അന്ന് നിങ്ങളെ ആ ട്രോമയിലേക്ക് പറഞ്ഞു വിട്ട ആ വ്യക്തിക്ക് ഒരു ലെറ്റർ പോലെ ഡെമോ ലെറ്റർ നിങ്ങൾ എഴുതുക. ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ എഴുതുക. ആ ലെറ്ററിൽ നിങ്ങളുടെ മുഴുവൻ ഇമോഷൻസും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം, നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതണം. അങ്ങനെ അല്ല, നിങ്ങളുടെ മുഴുവൻ ഇമോഷൻസും അതിൽ എക്സ്പ്രസ് ചെയ്യുക. അന്ന് ആ വ്യക്തിയോട് നിങ്ങൾക്ക് പറയാൻ പറ്റാതെ പോയ, നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയ നിങ്ങളുടെ എല്ലാ ഫീലിങ്സും ആ ലെറ്ററിലൂടെ നിങ്ങൾ പ്രകടിപ്പിക്കുക. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ മുറി അടച്ചിരുന്നിട്ട് ശൂന്യതയിലേക്ക് നോക്കി അന്ന് നിങ്ങൾക്ക് അയാളോട് പറയാനുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഇമോഷൻസ് ഉൾപ്പെടെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട്, ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുക, സങ്കടം വരുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുക, അങ്ങനെ ഏത് തരത്തിലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ട്രോമയെ, ആ ഒരു വിഷമത്തെ നിങ്ങൾ പുറത്ത് കളയുക, നിങ്ങൾ റിലീസ് ചെയ്യുക. അടുത്തത് റീവയറിങ്. അതായത് നമ്മുടെ തെറ്റായ ധാരണകളെ ശരിയായ ധാരണകളാക്കി മാറ്റുക. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു തെറ്റ് പറ്റിയാൽ അവിടെ എല്ലാം തീർന്നു, അത് പ്രശ്നമാണ്, എല്ലാം അവസാനിച്ചു എന്നുള്ളതൊക്കെ. ഇങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ കരുതുക, തെറ്റ് പറ്റി എന്നതിനർത്ഥം എനിക്ക് പുതിയൊരു കാര്യം പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതിൽ നിന്നും, തെറ്റിൽ നിന്നും എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കിട്ടും. അങ്ങനെ വിശ്വസിക്കുക. അതുപോലെ ലവ് എന്ന് പറയുന്നത് ടോക്സിക് ആണ്, കൺട്രോളിംഗ് ആണ്. ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ലവ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്, രണ്ട് പേർക്കിടയിലുള്ള ഒരു റെസ്പെക്റ്റ് ആണത്. അങ്ങനെ വിശ്വസിക്കുക. അതുപോലെ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ പോലെ ആകുക എന്നല്ല, മറിച്ച് മറ്റൊരാളിൽ നിന്നും എനിക്ക് ഗുണമുള്ള എന്തെങ്കിലും പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. നിങ്ങളോട് ഞാനിപ്പോൾ ഒരു ആപ്പിളിനെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ചുവന്നു തൊടുത്ത ആപ്പിളിനെ പറ്റി ചിന്തിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു അതൊരു കറുത്ത ആപ്പിളാക്കി മാറ്റാൻ. തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു കറുത്ത ആപ്പിളാക്കി വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഡേ ബൈ ഡേ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസിനെയും ട്രോമാസിനെയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻ്റൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റേതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.